പഞ്ചായത്തിലെ വികസന സദസ്സ് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Parur. കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സ് MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഫോണെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ പറയാം. മുഖ്യമന്ത്രി കേൾക്കുന്നത് പോലെ തന്നെ അത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്നത് ഇന്ന നമ്പറിൽ ഇത് ചെയ്യാൻ പറ്റും. മലയാളത്തിലാണ് വേണ്ടെങ്കിൽ ഒന്നമർത്തുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇംഗ്ലീഷിലാണ് പറയുന്നത് ആ നമ്പർ പറയും. ആ നമ്പറിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ മാത്രം അറിയുന്ന ആളുകൾക്ക് അങ്ങനെ സംസാരിക്കും. ഹിന്ദിയാണെങ്കിൽ ഹിന്ദി, അങ്ങനെ വിവിധ ഭാഷകളിൽ സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാം. കുഴുപ്പുള്ളി പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഭയങ്കര വേലിയേറ്റവും ഈ MLA പറഞ്ഞിട്ട് നടന്നിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാര്യം പറയാൻ വേണ്ട. അപ്പോൾ പറഞ്ഞേക്കും മടുത്ത 5 പേര് എന്ത് ചെയ്യും സാറേ ചോദിച്ചാൽ. അപ്പോൾ അതിന് ഫയൽ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടി കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അപ്പം തന്നെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പും ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് പോകുന്നത്. പഞ്ചായത്തിൻ്റെ വിവരങ്ങൾ ചോദിക്കും, ഇറിഗേഷൻ വിവരങ്ങൾ ചോദിക്കും, ഒക്കെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ അധ്യക്ഷത വഹിച്ചു. അതിന് നമ്മളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട MLA അടക്കം നിരവധി ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ പ്രദർശനം നിങ്ങൾ കാണുമ്പോൾ അതിൽ ചില ആളുകളുടെ പേരുകൾ, ചില ജനപ്രതിനിധികളുടെ പേരുകളാണ് തന്നെ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ചില ആളുകളുടെ പേരുകൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല. അതിന് കൃത്യമായ കാരണമാണ്. കാരണം നമ്മളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ആളുകളുടെ പേരുകളാണ് പ്രത്യേകമായി നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് അറിയാം, നമുക്ക് MP ഉണ്ട്, MLA ഉണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ അംഗങ്ങളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും അവരെല്ലാം ഒരേ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെയും MLA-യുടെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ 30 കോടിക്ക് മുകളിൽ തുകയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വിശദീകരിക്കുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി മാതൃകാപരമായ ഇടപെടലിലൂടെ 126ഓളം ആളുകൾക്ക് കാഴ്ച ലഭ്യമാക്കുന്നതിനായി പരിശ്രമിച്ച കാരുണ്യം ക്ഷേമ സമിതി, സിനിമാ മിമിക്രി താരം അപ്പു ജോസ്, എഴുത്തുകാരൻ പ്രവീൺ അയ്യമ്പിള്ളി, ബാലസാഹിത്യകാരൻ AK ജോഷി, ഹരിതമിത്രം ആപ്പ് ഉപയോഗിക്കുന്നതിൽ ജില്ലയിൽ 2ാം സ്ഥാനം നേടിയ കുഴുപ്പുള്ളി ഹരിതകർമ്മസേന എന്നിവരെ ആദരിച്ചു. പരിപാടിയിൽ വെച്ച് കേരളോത്സവ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് MB ഷൈനി, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സാജിദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ജയൻ, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തിനി പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KS ചന്ദ്രൻ, OB രാഹുൽ, നിസരി സുകേഷ്, വിപിന അനീഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഷാജി മോൻ, കുഴുപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ലളിത രമേശൻ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. സമുദ്രത്തിന്റെയും പച്ചപ്പിന്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെ പുതുചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ പങ്കാളിത്തത്തോടും ഭരണത്തിന്റെ സുതാര്യതയോടും കൂടി ഇന്നത്തെ കുഴുപ്പുള്ളി ഒരു മാതൃകാ പഞ്ചായത്തായി മാറിയിരിക്കുന്നു.
ജനങ്ങളുടെ പങ്കാളിത്തം, ഭരണത്തിന്റെ സുതാര്യത, പദ്ധതികളുടെ ഫലപ്രാപ്തി, ഈ 3 ഘടകങ്ങൾ ചേർന്നപ്പോൾ കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് നാളേക്കായി നിർമ്മിക്കുന്ന ഗ്രാമം എന്ന പ്രചോദന കഥയായി മാറി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, കുഴുപ്പുള്ളി.